പ്രധാനമായും മഞ്ചേരിയുടെ നഗരാസൂത്രണമടക്കമുള്ള പാർപ്പിട പദ്ധതികളടക്കമുള്ള വിവിധ പശ്ചാത്തല മേഖലയിലെ വിവിധ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. മഞ്ചേരി നഗരസഭയുടെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടെ ഇന്ന് സംഘടിപ്പിച്ചിരുന്നു. നമ്മളോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ മജീദ് വല്ലാഞ്ചിറ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നിർദ്ദേശങ്ങളുമായിട്ടാണ് ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയെല്ലാമാണ് നഗരസഭ ജനങ്ങളുടെ പരാതികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്? നേരത്തെ നഗരസഭ നടത്തിയ കോൺക്ലേവ് അടക്കം അതിൽ നിന്ന് വന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളും അതിനുശേഷം വാർഡ് സഭകൾ ചോദിച്ചു. ആ വാർഡ് സഭകളിൽ നിന്നും വന്ന നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് കരട് പദ്ധതി രേഖയാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ന് അതിനുശേഷം 16 വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്നു. ആ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ കൂടി പുതിയ നിർദ്ദേശങ്ങൾ കൂടി ക്രോഡീകരിച്ചതിന് ശേഷം എന്തായാലും 2 ദിവസത്തിനകം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് ഏകദേശം ഇപ്പൊ ഞങ്ങൾക്ക് സംസ്ഥാന ലഭ്യമായിട്ടുള്ളത് ഏകദേശം 31,57,72,000 രൂപയുടെ പദ്ധതി തയ്യാറാക്കാനാണ്. അതാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഇനി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ടൈഡ് ഫണ്ടും അടക്കമുള്ള അത് വരാനുണ്ട്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. പക്ഷെ അതുകൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പല വാർഡുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ജനങ്ങളുടെ വലിയ ഒരു താല്പര്യം കാണുന്നു എന്നുള്ളത് സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഞ്ചേരിയുമായി വികസന രംഗത്ത് കാഴ്ചപ്പാടുള്ള ആളുകൾ അവർ നൽകിയ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് വാർഡ് സഭയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും 2026-27 വർഷത്തെ വാർഷിക പദ്ധതികൾ തയ്യാറാക്കി അത് സമയബന്ധിതമായി. ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യം 3 ദിവസമായിരുന്നു വാർഡ് സഭകൾക്ക് തീയതി വെച്ചത്. 8, 9, 10 തീയതികൾ. ആ 3 തീയതിക്കകം മഞ്ചേരി നഗരസഭയിൽ 53 വാർഡ് സഭകൾ നടന്നു എന്നുള്ളതാണ്. എല്ലാ വാർഡ് സഭകളിലും ഞാൻ ഏകദേശം 10-15ഓളം വാർഡ് സഭകളിൽ സംബന്ധിച്ചു. എല്ലാ വാർഡ് സഭകളിലും കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത വലിയ ജനബാഹുല്യം ഉണ്ടായി എന്നുള്ളതാണ്. സാധാരണഗതിയേക്കാൾ ഉപരിയായി വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഇപ്രാവശ്യം വാർഡ് സഭകൾ നടന്നത്. ആ വാർഡ് സഭകളിൽ നിന്ന് തന്നെ പൊതുവായുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ എല്ലാ നിർദ്ദേശങ്ങളും സമാഹരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാർഷിക പദ്ധതിയുടെ കരട് ഇന്ന് ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം തയ്യാറാക്കി ഇപ്പോഴും വിവിധ ആളുകൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നേരത്തെ തീരുമാനിക്കപ്പെട്ട ആളുകൾ അവര് ഇന്ന് വന്ന നിർദ്ദേശങ്ങൾ കൂടി ആ വികസന സെമിനാറിൽ അവതരിപ്പിച്ച് പൂർണ്ണമാക്കുന്നതോടുകൂടി പദ്ധതി രൂപീകരണം പൂർത്തിയായി. പ്രധാനമായും ഏതെല്ലാം പദ്ധതികൾക്കാണ് പ്രഥമ പരിഗണന നൽകാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും മഞ്ചേരിയുടെ നഗരാസൂത്രണമടക്കമുള്ള പാർപ്പിട പദ്ധതികളടക്കമുള്ള വിവിധ പശ്ചാത്തല മേഖലയിലെ വിവിധ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യവസായത്തിനും കൃഷിക്കും നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മഞ്ചേരിയിലെ എല്ലാ സ്കൂളുകളിലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പശ്ചാത്തല വികസനത്തിന് നല്ല മുന്നൊരുക്കം നടത്താൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചു. ഞങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട സർക്കാരിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ഏകദേശം 16ഓളം വർക്കിംഗ് ഗ്രൂപ്പുകളുണ്ട്. ആ വർക്കിംഗ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന നല്ല നിർദ്ദേശങ്ങൾ. പക്ഷെ ആ നിർദ്ദേശങ്ങളിൽ ഏറെ സന്തോഷകരമായിരിക്കുന്ന കാര്യം ഇപ്രാവശ്യമുള്ളത് നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട് നഗരവികസനത്തിന് വളരെയധികം പ്രാമുഖ്യം നൽകുന്ന തലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ അഭ്യസന വിധേയരായിരിക്കുന്ന യുവാക്കൾക്കുള്ള തൊഴിലിടങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ വയോജന പാർക്കുകളെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ആശയങ്ങൾ വന്നിട്ടുണ്ട്. വ്യാവസായിക മേഖലയിലെ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും നഗരസഭയുടെ കീഴിൽ ഇപ്പോൾ തന്നെ നിലവിൽ 2-3 വ്യവസായ പാർക്കുകളുണ്ട്. ആ വ്യവസായ പാർക്കുകളുടെ ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുകൂടെ വിപുലപ്പെടുത്തി നല്ല തലത്തിൽ ചെറുകിട സംരംഭകരെ മഞ്ചേരിയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ആലോചിച്ചത്. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ 150 കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി 14 രാവിലെ 9:30 ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം.